ഹലോ. അപ്പോൾ ഇന്ന് എൻ്റെ 3 ദിവസത്തെ അവധിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മീൽ പ്രിപ്പറേഷനാണ്. പക്ഷേ ഫസ്റ്റ് ഡേ കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ സാറ്റർഡേ നൈറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്, ഈവനിങ്ങാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അങ്ങനെയാകുമ്പം സൺഡേയും കഴിക്കാം, മൺഡേ റിപ്പബ്ലിക് ഡേ അല്ലേ, അപ്പോൾ ആ ദിവസവും അങ്ങ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം കുക്ക് ചെയ്യണ്ടല്ലോ, ബാക്കി എല്ലാ വർക്കും ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഷോർട്സ് ആയിട്ട് ഇതിട്ടിട്ടുണ്ട് 1 മിനിറ്റിൽ. പക്ഷെ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഞാനിവിടെ ഇടുന്നത്. ഇതിപ്പോൾ ഞാൻ ഗീ ഇട്ടിട്ടുണ്ട്. ഗീയുടെ അളവ് പറയാൻ ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് ഇതിങ്ങനെ ഉറച്ചിരിക്കുക. അപ്പോൾ ഞാൻ ആ സ്പൂണിലൊരു 2 സ്പൂണാണ് ഇട്ടേക്കുന്നത്. എന്നിട്ടത് ഉരുകി കിട്ടില്ല, റൈസ് കുക്കറല്ലേ, അപ്പോൾ അടച്ച് വെക്കണം. എന്നിട്ട് ഞാൻ അടച്ച് വെച്ചിട്ടാണ് ഞാനിത് ഉരുക്കി എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് സ്പൈസസ് ഓരോന്നായിട്ടിട്ടു. ആദ്യം ഇട്ടത് ഗ്രാമ്പൂ 4 ഗ്രാമ്പൂ ഇട്ടു. പിന്നെ തക്കോലം അതിൻ്റെ ആ ഫുൾ സ്റ്റാർ ഇട്ടു, ഫുൾ സ്റ്റാറിലുള്ളതും ഇട്ടു. പിന്നെ പെരിഞ്ജീരകം ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ള സ്പൂണിൽ ശരിക്കും പറഞ്ഞാൽ ഹാഫ് സ്പൂണാണ് ഇടുന്നത്. അങ്ങനെ കറക്റ്റായിട്ട് മുക്കിയെടുത്ത് ഹാഫ് സ്പൂൺ എടുത്തു. പിന്നെ ഇട്ടിട്ടുള്ളത് ജാതിപത്രിയാണ്, അതും കംപ്ലീറ്റ് അല്ല, ഹാഫ് കട്ട് ചെയ്തിട്ടുള്ള ഹാഫ് പോർഷനായിട്ടേക്കുന്നത്. പിന്നെ അതിലേക്ക് പട്ടയാണ് ഇടുന്നത്. ഈ കാണിക്കുന്ന അത്രയും പട്ടയാണ് ഇട്ടിരിക്കുന്നത്. ഇത് ശരിക്കും എൻ്റെ ഒരു കണക്കനുസരിച്ചിട്ട് 3 കപ്പ് ബിരിയാണി അരിക്കുള്ള മഷ്റൂം ബിരിയാണിയാണ് ഞാൻ വെക്കുന്നത്. അപ്പം 3 കപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഞാൻ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ 6 പേർക്ക് ഒരു നേരം കഴിക്കാനുള്ളതുണ്ടായിരിക്കും. പിന്നെ കട്ട് ചെയ്തിരിക്കുന്ന അനിയൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ചെയ്തതിൻ്റെ ഭംഗിയൊന്നും നോക്കരുത്, ഇത് ആർക്കും കൊടുക്കാനൊന്നുമല്ലല്ലോ, എനിക്ക് തന്നെ വേണ്ടി കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. നന്നായി വാടി കിട്ടിയാലാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിൻ്റെ അളവ് പറയാനാണെങ്കിൽ ഇത് കണ്ടാൽ തന്നെ അറിയാം, കണ്ടില്ലേ, വളരെ ചെറുതാണ്. സവാള എന്ന് പറയുന്നതാണ്, ചെറിയുള്ളിയല്ല, പക്ഷേ ഇതിൻ്റെ സൈസ് വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു 7 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. 7 ഉള്ളി, ചെറിയ സൈസിലുള്ള 7 ഉള്ളി കട്ട് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. നന്നായി വഴറ്റിയെടുക്കുക ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് പേസ്റ്റായിട്ട് തന്നെ വാങ്ങുന്നതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ടീസ്പൂണിൽ 3 ടീസ്പൂണാണ് അതിലേക്ക് ഇട്ടിട്ടുള്ളത്. എന്നിട്ടത് നന്നായിട്ട് ഇളക്കി ചേർക്കുക ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് പച്ചമണം നല്ലപോലെ മാറണം. ആ സമയത്ത് ഞാൻ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പുതിയ കട്ടിംഗ് ബോർഡൊന്നും വാങ്ങിയില്ലായിരുന്നു. പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്തൊരു ഫൈബർ പ്ലേറ്റിൻ്റെ ബാക്കാണ് കട്ടിംഗ് ബോർഡായിട്ട് യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ അത് കഴിക്കാൻ ഉപയോഗിക്കാതെ കട്ടിംഗ് ബോർഡാക്കി തന്നെ ഞാൻ യൂസ് ചെയ്യുകയാണ്. പിന്നെ ആ കട്ട് ചെയ്ത തക്കാളി അതിലേക്ക് ആഡ് ചെയ്തു. ഈ തക്കാളി എന്ന് പറയുന്നത് ഇത്തവണ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് കിട്ടിയത് നല്ല വലുപ്പമുള്ള തക്കാളിയാണ്. അതുകൊണ്ട് വലിയ 2 തക്കാളി കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് ആഡ് ചെയ്തു. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളിയുടെ ഹാഫും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അത് ഞാൻ മൂടി വെച്ചു, കാരണം ഇത്ര നേരവും ഒന്നും മൂടി വെക്കാതെയാണ് ചെയ്തത്. പക്ഷേ ഇത് നല്ലപോലെ വാടി കിട്ടേണ്ടതുകൊണ്ട് കുറച്ച് നേരം മൂടി വെച്ച് അടി പിടിക്കുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി തുറന്ന് നോക്കി ഇളക്കിയാണ് നല്ല പാകമാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ആഡ് ചെയ്യുന്നത്. അത് ഈ കാണുന്നതാണ് എൻ്റെ അളവ് സ്പൂണ്. ഇതിൽ 2 സ്പൂണാണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നത്. പിന്നെ ഗരം മസാലയാണ് ആഡ് ചെയ്യുന്നത്. അത് ആ ടീസ്പൂണിൽ നിറച്ച് 2 ടീസ്പൂണ്, നല്ലപോലെ നിറഞ്ഞ് 2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പൊതുവേ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിൽ മുളക് പൊടിയോ അല്ലെങ്കിൽ മല്ലിപ്പൊടിയോ ഞാൻ ആഡ് ചെയ്യാറില്ല. അത് ഞാൻ ബിരിയാണിയിൽ ഇടാത്ത 2 പൊടികളാണ്. പക്ഷേ ഞാൻ പച്ചമുളക് നല്ലപോലെ ആഡ് ചെയ്യും. ഇത്തവണ ഞാനത് മറന്നുപോയി, എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്താണെങ്കിൽ 5 അല്ലെങ്കിൽ 6 പച്ചമുളക് ഇതിൽ ആഡ് ചെയ്താൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ ഇനി അത് നന്നായി ഇളക്കി ആ പൊടിയൊക്കെ നന്നായി ചൂടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. പച്ചക്കറിയാണ് ഇനി ആഡ് ചെയ്യുന്നത്. ഇത് ഞാൻ ഫ്രോസൺ പച്ചക്കറി വാങ്ങിയിട്ടുള്ളതാണ്. ഇതൊരു കപ്പ്, വലിയൊരു കപ്പിലാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇതിലുള്ളത് ഗ്രീൻ പീസ്, ക്യാരറ്റ്, കാലിഫ്ലവർ, ഇത്രയും സാധനങ്ങളാണ് ആ ഫ്രോസൺ ആയിട്ടുള്ള പച്ചക്കറി വാങ്ങാൻ കിട്ടുന്നതിലുണ്ടാവുക. അതൊരു ബൗളാണ് ആഡ് ചെയ്യുക. അത് നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മഷ്റൂം ആഡ് ചെയ്യും. ഇത് നമ്മൾ കംപ്ലീറ്റായിട്ട് ഒരു ബോക്സ് അല്ലേ വാങ്ങുന്നത്, ആ ഒരു ബോക്സ് കംപ്ലീറ്റായിട്ട് ഈ ബിരിയാണിക്ക് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. അത് അടർത്തിയെടുത്തിട്ട് നല്ലപോലെ അതിൻ്റെ ഔട്ടറിൽ ഒരു ലെയറെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. അത് നല്ലപോലെ ആ മസാലയായിട്ട് ഇളക്കി ചേർക്കുക. അത് കഴിഞ്ഞിട്ട് സോൾട്ട്, ഉപ്പ് ഞാൻ ആഡ് ചെയ്യുന്നത് കണ്ടോ, ഇതാണ് എൻ്റെ മെഷറിങ് സ്പൂണ്. ഈ സ്പൂണിൽ നല്ലപോലെ നിറച്ചെടുക്കണം. ഈ കാണുന്ന നോക്കണ്ട, ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സ്പൂണിൽ നല്ലപോലെ നിറച്ച് 2 സ്പൂൺ ഇതിൽ ആഡ് ചെയ്യണം. കാരണം അത് ഈ പറയുന്ന വെജിറ്റബിൾസിനും മഷ്റൂമിനും ഇനി ഇടാൻ പോകുന്ന റൈസിനും കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പാണ്. അതിട്ടിട്ട് നല്ലപോലെ ഇളക്കി ചേർക്കുക. ഇനി ആഡ് ചെയ്യേണ്ടത് കേട്.
തൈരാണ് നമ്മൾ ബിരിയാണിക്ക് പിന്നെ മെയിനായിട്ട് ആഡ് ചെയ്യുന്നത്. ഇത് പുളിയില്ലാത്ത തൈരാണ്. ഇത് ഞാൻ ശരിക്കും എൻ്റെ ആ കാണിച്ചിരിക്കുന്ന ടീസ്പൂണിൽ, ഞാൻ ആ ഇളക്കുന്ന ചെറിയ സ്പൂണിൽ ശരിക്കും പറഞ്ഞാൽ 5 സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. അത്രയും ഇതിൽ ആവശ്യമുണ്ട്. അത് നന്നായിട്ട് ഇളക്കി ചേർക്കുക. ഇനി അതിലേക്ക് വെള്ളം ആഡ് ചെയ്യുന്നത്, അതായത് ഈ പച്ചക്കറിയും മഷ്റൂമും ഒരു ചെറിയ വേവാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ ഞാനൊരു 80 ml ആഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ അരി മെഷർ ചെയ്യുന്നത് ഒരു 120 ml ഒരു കപ്പാണ്. ആ കപ്പിലാണ് 3 കപ്പ് എന്ന് പറഞ്ഞത്. ആ കപ്പിൽ ഞാനൊരു 80 ml മെഷർ ചെയ്തിട്ടാണ് ഞാനിതിലേക്ക് ഒഴിച്ചത്. ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് ബസുമതി റൈസാണ് ചേർക്കുന്നത്, 3 കപ്പ്. ഇത് കുതിർത്തതല്ല, ജസ്റ്റ് കഴുകി എടുത്തിട്ട് ഞാനിതിലേക്ക് ഇടുക ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞാനത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്തു. മസാലയും പച്ചക്കറികളും എല്ലാം കൂടി ഒന്ന് ഇളക്കി ചേർത്തു. ഇനി അതിലേക്ക് വെള്ളം ആഡ് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ 3 കപ്പാണ്, അപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നാണ് എടുത്തിട്ടുള്ളത്. എക്സ്ട്രാ വെള്ളം പച്ചക്കറി ജസ്റ്റ് ഒന്ന് വേവാനുള്ളത് ഞാൻ നേരത്തെ ഒഴിച്ചിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇനി തിളപ്പിച്ച വെള്ളമാണ്, തിളപ്പിച്ച് ഞാൻ മാറ്റി വെച്ചിരുന്നതാണ്. ഇപ്പോൾ ചെറുചൂടേ ഉണ്ടാവുള്ളൂ. ആ വെള്ളം 4.5 കപ്പ് വെള്ളമാണ് 3 കപ്പ് അരിക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത്രയും ഒഴിച്ച് ഇളക്കി. ഈ സമയത്ത് ഞാനൊന്ന് ഉപ്പും കൂടി നോക്കുന്നുണ്ട്. ഉപ്പ് ആ വെള്ളത്തിൻ്റെ ഉപ്പാണ് നോക്കുന്നത്. അത് ഉപ്പ് എടുത്ത് നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി അത് ഒന്ന് മൂടി വെച്ചിട്ട് 5 മിനിറ്റ്സ് കുക്ക് ചെയ്യുക. അതിന് ശേഷം തുറന്നിട്ട് നമുക്ക് മല്ലിച്ചപ്പും പുതിനയിലയും കട്ട് ചെയ്ത് ആഡ് ചെയ്യാം. ഞാൻ രണ്ടും കൂടി ഒരു പിടിയാണ് എടുത്തത്. അതാണ് കട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇളക്കിയില്ല, അതുപോലെ ആഡ് ചെയ്തിട്ട് ഞാൻ മൂടി വെച്ചു. എന്നിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ്സ് ഞാൻ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാനത് തുറക്കുന്നത്. അപ്പോഴേക്കും ബിരിയാണി കുക്കായി സെറ്റായിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ ഞാനൊരു ചിക്കൻ കറിയും കൂടി വെച്ചിട്ട് അത് കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടും കൂടിയിട്ട്. ഈ ഒരു ഇലക്ട്രിക് റൈസ് കുക്കറില്ലേ, ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താങ്ക്